നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന മലയാളിയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മലയാളിയും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എന്നുള്ള വേർഡാണ് നമ്മൾ ഗൂഗിൾ തരുന്നത്. ശരിക്കും ലാലേട്ടൻ ലൈഫിൽ ഒരുപാട് ആളുകൾ വന്നു പോയിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് ലാലേട്ടനെ ഡയറക്റ്റ്ലിയും അല്ലാതെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ഈ ഒരു അടുത്ത കാലയളവിൽ ചിലപ്പോൾ ലാലേട്ടന് പരിചയമുള്ളതോ ഇല്ലാത്തതോ ഒക്കെ ആയിട്ട് ഒരാളെ കണ്ടിട്ട് അയാൾ ചെയ്തൊരു കാര്യം ഒരു 0.1% ലാലേട്ടനിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂമെൻ്റ് ആ ഒരു ഇൻസിഡൻറ്റ് എന്തായിരിക്കും? ഒരാളല്ല, ഒരുപാട് പേര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അല്ലേ? പക്ഷെ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, അതായി മാറാൻ പറ്റില്ല. അപ്പം അതിൽ അതുപോലെ ആകണം എന്നല്ല ആഗ്രഹിക്കുന്നത്, അതുപോലെ നമുക്കും ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ എപ്പോഴെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു വലിയ എന്താ പറയേണ്ട ചിലപ്പോൾ കാണാം ഒരു വലിയ സർജറി ചെയ്തൊരു ഡോക്ടർ അല്ലേ, ഒരാളെ രക്ഷിച്ചു അല്ലെങ്കിൽ ഒരു ക്യാൻസർ പെയിൻ രക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് മോർ ദാൻ ഇൻഫ്ലുവൻസ്. അതിനേക്കാളും അവർക്കൊക്കെ എനിക്ക് ആകാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതല്ല, അവർക്കത് ചെയ്യാൻ കഴിഞ്ഞാലുള്ളൊരു സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പറയുന്നത് സത്യമാകണമെന്നൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ട് അതിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടത്, ഒരു അൺനോൺ വൈറസ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് ചില മൊമെൻ്ററി ആയിരിക്കും, ചിലപ്പോൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ മദർ എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എൻ്റെ അങ്കിളുണ്ട്, എൻ്റെ അങ്കിള്. പിന്നെ നമുക്ക് ചില ഗുരുക്കന്മാർ എന്ന് തോന്നാവുന്ന ചിലരുണ്ട്, പലരുടെയും പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് അവരായി മാറണം എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചാനലായിട്ട് മാറാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ഒരു അത്തരം നല്ല ആൾക്കാരുടെ ഒരു ഓറയ്ക്കകത്ത് കിടന്ന് വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരാളായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഇയാളാണ് എന്നെ അധികം കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഈ അങ്കിളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ലാലേട്ടൻ തിരനോട്ടത്തിനൊക്കെ മുൻപ് ഒരു അങ്കിളിൻ്റെ കൂടെ യാത്ര പോകാൻ അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു സിനിമയിലേക്ക് വന്നത്. ആ അങ്കിൾ തന്നെയാണോ ലാലേട്ടൻ ഉദ്ദേശിച്ചത്? അല്ലല്ല, അതൊക്കെ പിന്നെ പിൽക്കാലത്താണ്, അത് അങ്കിളല്ല, ഇത് എൻ്റെ അങ്കിൾ തന്നെയാണ്. നമ്മൾ നേരിലേക്ക് വന്ന ക്രിസ്മസ് റിലീസാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു 3 പേർക്കും എൻ്റെയും കൗമുദി ടിവിയുടെയും ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ജീത്തു ജോസഫ് സാറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറിൻ്റെ താഴെയൊക്കെ വന്നേക്കുന്ന പല കമൻസും കോപ്പി പേസ്റ്റ് ചെയ്ത കമൻസ്, ഏറ്റവും രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, അതിനോട് സാറിന് റിയാക്ട് ചെയ്താൽ മതി. അത് ജീത്തു ജോസഫിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അദ്ദേഹം കഞ്ഞിയാണ്, കറിയൊന്നും ഇല്ലെന്നും പറഞ്ഞ ആളുകളെ വിളിച്ചു വരുത്തി ദം ബിരിയാണി കൊടുക്കുന്ന വ്യക്തിയാണ്. എന്ത് പറയുന്നത്? കുറേ പേര് കമൻ്റ് ഇട്ടതാണ് ട്രെയിലർ റിയാക്ഷൻ്റെ ഒക്കെ താഴെ. ആ ഒരു പ്രതീക്ഷയാണ് ആളുകൾക്ക്. ഇത് കഞ്ഞിയാണെന്ന് പ്രതീക്ഷ വന്നാൽ കഞ്ഞിയെങ്കിലും കിട്ടിയ ഭാഗ്യം. അതല്ല, ഇതെല്ലാം ദൃശ്യം 2-ന്റെ അകത്ത് ഞാൻ പറഞ്ഞ ഒരൊറ്റ ഇതുകൊണ്ടുണ്ടായതാണ്. ഇതിനകത്ത് ട്വിസ്റ്റ് സസ്പെൻസ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറ്റിയതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സത്യസന്ധമാണ്. അതൊക്കെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ചാൽ ആ ഒരു കാറ്റഗറിപ്പെട്ട സിനിമയല്ലത്. ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. ഇതിനകത്ത് കോടതിയിൽ നടക്കുന്ന ഡിഫൻസും ഒരു നിയമയുദ്ധമാണ് ആക്ച്വലി. കാരണം സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ക്രൈമും റിവീൽഡായി, ക്രൈം ചെയ്തയാളും റിവീൽഡായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോടതിയിൽ എന്തൊക്കെ സംഭവിക്കാം, ചിലപ്പം പല കുറ്റവാളികളെയും പിടിക്കപ്പെട്ടിട്ട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പം അതാണ് ഇതിനകത്ത് അതിൻ്റെ ഇമോഷൻസുമാണ് ഈ സിനിമ. പക്ഷേ ഇതിനോട് ഞാൻ ഇപ്പം ദൃശ്യത്തിൻ്റെ മാത്രമല്ല, അതിന് ശേഷം കൂമൻ സിനിമ കണ്ടതല്ലേ, കൂമൻ്റെ ഇൻ്റർവ്യൂ ജിത്തു സാറിൻ്റെ അടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, നായികക്കൊന്നും വലിയ പ്രാധാന്യമല്ല എൻ്റെ അകത്തൊന്നും. നായിക എവിടെയാ പ്രാധാന്യം? നായികയായിരുന്നു അതിൻ്റെ നെഗറ്റീവ് മെയിൻ സെൻട്രൽ ക്യാരക്ടർ. 3-4 സീനുകൾ, ഒരുപാട് മീംസും കാര്യങ്ങളൊക്കെ ആയിട്ടത് വന്നതാണ്.